മധുരം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും നിങ്ങളിത് കഴിച്ചാണ്ടല്ലോ നിങ്ങളുടെ ഫേവറേറ്റായിട്ട് മാറുന്നത്. നിങ്ങൾ പിന്നെയും ഇത് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണേ. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടലമാവ് നമ്മളൊരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കിയാൽ നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു റോ ടേസ്റ്റ് മുന്നേ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് എണ്ണയൊക്കെ ആയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അരിച്ചു വെച്ചിരിക്കുന്ന ഈ കടലമാവിലേക്ക് നമുക്കിനി 1/4 കപ്പ് അളവിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ബൂസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബൂസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ മൈസൂർ പാക്ക്, ഇനി ബൂസ്റ്റ് വേണ്ടാത്തവർക്ക് ഒരു കപ്പ് അളവിൽ കടലമാവ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പല വേർഷനിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ ബൂസ്റ്റ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലാണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീ എടുക്കാം, നെയ്യ് 1 കപ്പ് നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് ഓയിൽ 1/2 കപ്പ് നെയ്യുമായിട്ട് എടുക്കുക. ഇപ്പം ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നേ നിൽക്കുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ആക്കാതിരിക്കുക. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പാനിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങൾക്കിനി ഇത്രയും മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയപ്പോഴാണ് മാവ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിരിക്കണമെന്ന് തോന്നിയാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ സോഫ്റ്റ് ആവണമെന്ന്, സോഫ്റ്റ്നെസ് ഇഷ്ടമുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തുന്നിടം വരെ വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ ആ കയ്യിൽ ഒട്ടുന്നൊരു പാകമുണ്ടല്ലോ, ആ പാകം ആകുമ്പോഴത്തേനും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവും ബൂസ്റ്റിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ ആ ടെക്സ്ചറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1 നൂൽ പരുവത്തിനാണ് കേട്ടോ. ഇതിപ്പോൾ 1 നൂൽ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാകമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഈ ഗ്ലാസ് ബൗളിലോട്ട്
ഏത് ഗ്ലാസ് ബൗളല്ല ഏത് ട്രേയിലോട്ട് ഒഴിച്ചെടുത്താലും ചിലപ്പോൾ ചില സമയത്ത് ഇത് തണുത്ത് വന്നു കഴിയുമ്പോൾ കട്ട് ചെയ്യാനായിട്ടൊരു പ്രയാസം പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം. അതിനാണ് ഞാനിങ്ങനെ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊരു 1 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ പാർച്ച്മെൻറ്റ് പേപ്പറിൽ വെച്ചതുകൊണ്ടാണ് എളുപ്പം നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ചില സമയത്ത് അതങ്ങോട്ട് ഇളകി വരാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ മതിയേ. നമുക്കിത് കട്ട് ചെയ്യാം.